ഹായ് ഓൾ KPS വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കിരണിൻ്റെ അച്ഛനും അമ്മയും ഒരു ഭാഗത്തിരിക്കുകയാണ്, കിരണും കല്യാണിയും ഒരു ഭാഗത്തിരിക്കുകയാണ്. എല്ലാവർക്കും സംശയമാണ്, ഇത്ര പെട്ടെന്ന് പ്രകാശൻ എന്താ ഇങ്ങനെ മാറിയത്, എന്താ ഇങ്ങനെ ആയത്, സമ്പന്നനായത് എങ്ങനെയാണ് എന്നൊക്കെ ആലോചിക്കുകയാണ്. അവൻ എങ്ങനെ ഇത്രയും പത്രാസ് ഉണ്ടായതെന്ന് ഒരു തരത്തിലും മനസ്സിലാവുന്നില്ല. അവനെ ആരാണ് സഹായിക്കുന്നത് എന്നും പിടികിട്ടുന്നില്ല. അപ്പോൾ അവളുടെ അമ്മ പറയാണ്, മോനെ പോലെ തന്നെ അച്ഛനും മോഷണം തുടങ്ങിക്കാണും. രൂപ പറയാ, അല്ലാതെ മറ്റു വരുമാന മാർഗങ്ങളൊന്നും പ്രകാശനില്ലല്ലോ. പെട്ടെന്നാ അമ്മുമ്മയെ സരിയുവിൻ്റെ വീട്ടിലെ ജോലി അവസാനിപ്പിച്ചിട്ട് അവരെ വന്ന് വിളിച്ചു കൊണ്ടുപോയത്. അങ്ങനെ വിളിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് 4 ദിവസം അമ്മുമ്മ അവിടെ നിന്നിരുന്നു. ആ 4 ദിവസത്തെ കൂലി അങ്ങോട്ടാണ് അവർ കൊടുത്തതെന്നാണ് പറയുന്നത് കേട്ടത്. അപ്പോൾ കിരൺ പറയാണ്, അത്രയ്ക്ക് അഹങ്കാരമായിപ്പോയി പ്രകാശന്. അപ്പോൾ അവൻ്റെ അമ്മ പറയാണ്, ഇതുപോലുള്ള അഹങ്കാരങ്ങൾ ഒരുപാട് കണ്ടതല്ലേ മോനെ. ആ ശരണ്യമായിട്ടുള്ള കല്യാണം കഴിഞ്ഞതിന് ശേഷം കാദംബരിയുടെയും രതീഷിൻ്റെയും അരികിൽ നിന്ന് സുഖമായി ജീവിക്കാനല്ലേ ശരണ്യയുടെ വീട്ടിലേക്ക് പോയത്. എന്നിട്ട് അവസാനം എന്താ സംഭവിച്ചത്? അതുപോലെ തന്നെ ഇനിയും തെണ്ടിത്തിരിഞ്ഞ് എല്ലാവരുടെയും കാല് പിടിക്കാൻ വരും രൂപ പറയാം. അപ്പോൾ അച്ഛൻ പറയാണ്, ഈ ജയിലിൽ നിന്ന് ഇറങ്ങിയവനുണ്ടല്ലോ, അവനെയാണ് നമ്മൾ ആദ്യം ഭയപ്പെടേണ്ടത്. അവൻ കുറച്ച് ദിവസമേ ജയിലിൽ കിടന്നുള്ളൂ എങ്കിലും വാർഡന്മാരുടെ കയ്യിൽ നിന്നും ജയിൽ പുള്ളികളുടെ കയ്യിൽ നിന്നും തല്ല് ഒരുപാട് വാങ്ങിയിട്ടാണ് അവൻ വന്നത്. അതുകൊണ്ട് അവന് ജയിലിൽ കിടക്കാനുള്ള അറപ്പൊക്കെ മാറിക്കാണും. അങ്ങനെയെങ്കിൽ സോണിയും ആൽബിയും നിങ്ങളും ഒക്കെ സൂക്ഷിച്ചേ പറ്റൂ. നമുക്കവൻ്റെ കയ്യും കാലും തല്ലിയൊടിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. എങ്കിലും അതിനു മുമ്പ് ഇനി സ്ഥിരമായിട്ട് ജയിലിൽ കിടക്കാമെന്ന് അവൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അർദ്ധരാത്രി കഴിയുന്ന സമയത്ത് അവൻ ഇനിയും നിങ്ങളെ കാണാൻ വന്നിരിക്കും. അവന് കിട്ടാത്ത ജീവിതം നിങ്ങൾക്ക് കിട്ടണ്ട എന്ന് മനസ്സിൽ ഉറപ്പിച്ചാണ് വരുന്നതെങ്കിൽ അവൻ്റെ കയ്യിൽ ആയുധം കാണും. കൊല്ലാൻ ഉറപ്പിച്ചു വരുന്നവൻ എന്തും ചെയ്യും. അതിനുവേണ്ടി ഏത് മാർഗവും സ്വീകരിക്കും. എന്നാൽ നമുക്കൊന്നും അതിനൊന്നും പറ്റുകയില്ല. അതുകൊണ്ടിനി പ്രകാശനെയല്ല പേടിക്കേണ്ടത്, ജയിലിൽ നിന്നിറങ്ങിയ വിക്രത്തെയാണ്. പിന്നെ കിരൺ പറയാണ്, അറ്റാക്ക് വന്ന പ്രകാശന് എവിടെ നിന്നാണ് പുതുജീവിതം കിട്ടിയതെന്ന് എത്രയും പെട്ടെന്ന് മനസ്സിലാക്കിയേ പറ്റൂ. ആരോ അയാളെ കൈപിടിച്ച് ഉയർത്തിയിട്ടുണ്ട്. അതാരാണെന്ന് എത്രയും പെട്ടെന്ന് കണ്ടെത്തിയേ മതിയാവും. പിന്നെ കാണിക്കുന്നത് കാർത്തികയാണ്. കാർത്തിക പറയാണ്, ജയിലിൽ നിന്നിറങ്ങിയ മകനെയും കൂട്ടിക്കൊണ്ട് അയാൾ ആഘോഷിക്കുക. അതിന് വേണ്ടുന്ന കാശുണ്ടല്ലോ അമ്മൂമ്മയുടെ കയ്യിൽ വരെ. അപ്പോൾ അവളുടെ അമ്മ പറയാണ്, അവൻ ആഘോഷിക്കട്ടെ, സന്തോഷിക്കട്ടെ. ഇനി ഒരിക്കലും ഒരു പെൺകുട്ടികളെയും പ്രകാശൻ എന്ന് പറയുന്നവൻ വെറുക്കാൻ പാടില്ല. പെണ്ണിനെ വെറുക്കുന്നവൻ്റെ പതനം പെണ്ണിൽ കൂടി തന്നെയായിരിക്കണം. അറ്റാക്ക് 2-3 തവണ വന്നു കഴിഞ്ഞു. ഇനി അവൻ്റെ ഹൃദയം നിലയ്ക്കണം. അവൻ പോയിട്ട് ഒരു നോക്കുകുത്തിയെ പോലെ ജീവിക്കണം. അവൻ്റെ അമ്മ അവർ ചെയ്ത പാവത്തിൻ്റെ ഫല അതവർ അനുഭവിച്ചേ മതിയാവും. അമ്മയ്ക്കുണ്ടായിരുന്ന വേദനയ്ക്കും കണ്ണീരിനും അവർക്ക് തിരിച്ചടി എന്തായാലും ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. അമ്മയുടെ മുമ്പിൽ തന്നെ നിന്നിട്ട് ആ സ്ത്രീ ഒരുപാട് കരയും. ഇപ്പം തന്നെ ആ സ്ത്രീയുടെ സ്വഭാവം ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. കമ്പനിയുടെ മേൽനോട്ടക്കാരിയായപ്പോൾ എല്ലാവരെയും കയറി ഭരിക്കുക. അടിമകളെ പോലെയാ ഇവിടുത്തെ സ്ത്രീകളോട് പെരുമാറുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അവർക്കുള്ള വില പോലും ആ കിളവിക്കില്ലെന്ന് അവർക്കിതുവരെ മനസ്സിലായിട്ടില്ല. അപ്പോൾ അമ്മ അവളെ പിടിച്ചിട്ട് പറയാണ്, നമ്മളെ ജീവിതത്തെപ്പറ്റി നിനക്കറിയാമല്ലോ മോളെ. ഈ നാട്ടിലേക്ക് വരണമെന്നും ബിസിനസ് ഇവിടെ തുടങ്ങണമെന്നും പറഞ്ഞത് പ്രകാശൻ്റെ അവൻ്റെ അമ്മയുടെയും പതനം കാണാനാണെങ്കിലും അതിലുപരി മറ്റൊരു ഉദ്ദേശം കൂടി എനിക്കുണ്ട്. കല്യാണിയും അവളുടെ ചേച്ചിയും പാവങ്ങളാ, അവരുടെ അമ്മയും അങ്ങനെ തന്നെ. പിന്നെ കിരണൻ എന്ന് പറയുന്ന ആ നല്ല ചെറുപ്പക്കാരൻ്റെ സപ്പോർട്ട് കൂടി ആവുമ്പോൾ നിനക്ക് നല്ല ചില ബന്ധുക്കളെയാണ് കിട്ടാൻ പോകുന്നത്. അവരുമായിട്ട് കൂടുതൽ അടുക്കണം. ഏത് പാതിരായ്ക്കും വന്ന് നമ്മളെ സഹായിക്കാൻ താല്പര്യം കാണിക്കുന്നവരെയാണ് നമ്മൾ അരികിൽ നിർത്തേണ്ടത്. കല്യാണിയൊക്കെ ഞാൻ ചിന്തിച്ചതിനും അപ്പുറം നന്മയുള്ളവളാ അമ്മേ. അതുകൊണ്ടാണ് അവൻ ആ കൊച്ചിനെ തൊഴുത്തിൽ തള്ളിയിട്ടിട്ടും അവൻ്റെ മുകളിലേക്ക് വളർന്നത്. ഇനിയും അവൾ വളരും. അപ്പോൾ അതിനനുസരിച്ച് പാതാളത്തിലേക്ക് താഴ്ത്തപ്പെടുന്നത് അവനും അവൻ്റെ അമ്മയും ആയിരിക്കും. പിന്നെ കല്യാണിയുടെ അമ്മ എന്തൊക്കെയോ തയ്യാറെടുത്ത് ചെയ്യാണ്. അപ്പോൾ ആ സമയത്ത് കല്യാണി വന്ന് വിളിക്കുകയാണ്, അമ്മേ ഒരു ദുരന്തം നടന്നിട്ടുണ്ട്. അമ്മയുടെ മോൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നവൻ അച്ഛനുമായിട്ട് വന്നിട്ട് കമ്പനിയിൽ വലിയ പ്രകടനമായിരുന്നു. അവൻ എൻ്റെ മോനാണെന്ന് പറയണ്ട, അങ്ങനെ ഒരു മോൻ എനിക്കില്ല.
അവൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. പഴയതിനേക്കാൾ ദയനീയമാണെന്ന് വേണമെങ്കിൽ പറയാം. നാട്ടിൽ കള്ളന്മാർ ഇറങ്ങുമ്പോൾ നമ്മൾ പറയാറില്ലേ, സൂക്ഷിക്കണം എന്നൊക്കെ? അതേപോലെ തന്നെ പറയേണ്ട അവസ്ഥയാണ്. അവൻ ജയിലിൽ നിന്ന് വന്നതുകൊണ്ട് നമ്മളുൾപ്പെടെ മറ്റെല്ലാവരും ഇനി സൂക്ഷിച്ചേ പറ്റൂ. അതുതന്നെയാണ് അമ്മേ കിരണേട്ടൻ്റെ അച്ഛനും അമ്മയും ഒക്കെ പറയുന്നത്. പ്രശ്നങ്ങളൊക്കെ നടന്നതിന് ശേഷം അവൻ ജയിലിൽ പോകുന്നതിൻ്റെ മുമ്പ് 1-2 തവണ ഞാൻ പുറത്തു വെച്ച് അവനെ കണ്ടിരുന്നു. ആ സമയത്തൊന്നും ഞാൻ അവനോട് സംസാരിച്ചിട്ടില്ല. അവൻ എന്നോടും അങ്ങനെ തന്നെ. മോളും കാദംബരിയും ഒക്കെ രക്ഷപ്പെട്ടു. ഇപ്പോൾ അവളോട് കുറച്ചൊക്കെ അസൂയുള്ളവരോട് ചോദിക്കുന്നത് നിങ്ങളുടെ കാര്യമല്ല, അവൻ ജയിലിലായിപ്പോയി അല്ലേ എന്ന്. അവനെ കൊണ്ട് കുടുംബത്തിന് സൽപ്പേരുണ്ടാവൂ എന്നായിരുന്നു അവൻ്റെ അച്ഛനും അമ്മയും ഒക്കെ പറഞ്ഞത്. എന്തായാലും പത്രത്തിലൊക്കെ അവൻ്റെ പടം വന്നതുകൊണ്ട് പേര് കിട്ടി. പക്ഷേ പുറത്ത് പറയാൻ പറ്റാത്ത പേരായിപ്പോയി എന്നേ ഉള്ളൂ. സോണിയോടും പറഞ്ഞിട്ടുണ്ട് സൂക്ഷിക്കണമെന്ന്. ഇപ്പോൾ എവിടുന്നോ കുറച്ച് പൈസയൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് അവൻ്റെ അച്ഛൻ. അതും മോഷണം നടത്തിയിട്ടാണോ എന്നറിയില്ല. അങ്ങനെയെങ്കിൽ അച്ഛനും മോനും കൂടി ആയിരിക്കും ഇനി ഇരട്ടത്ത് ഇറങ്ങുന്നത്. എന്തെങ്കിലും ആവട്ടെ മോളെ, നമ്മളതൊന്നും ശ്രദ്ധിക്കണ്ട. നമ്മുടെ അടുത്തേക്ക് വന്ന് വിക്രം എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ കാരണത്തൊന്ന് പൊട്ടിച്ചു വിട്ടേക്കണം. നല്ലവരായ മനുഷ്യരുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് നമുക്കെന്തെങ്കിലും പരിക്ക് പറ്റിയാലും അവർക്ക് ഒന്നും പറ്റരുത്. എനിക്കും അങ്ങനെ തന്നെയാണ് ഉള്ളത് അമ്മേ, കല്യാണിയും പറയാം. പിന്നെ കാണിക്കുന്നത് നിഷയുടെ വീട്ടിലേക്ക് മനു പോവുകയാണ്. അപ്പോൾ കോളിംഗ് ബെല്ലടിച്ചപ്പോൾ തന്നെ അവളുടെ അമ്മയാണ് വന്നത്. വാതിൽ തുറന്നു കൊടുത്തതിന് ശേഷം പറയാണ്, ആ മോനായിരുന്നോ, വേബാ അകത്തേക്ക് വാ. അച്ഛനും അവിടെ എത്തി നല്ല സന്തോഷത്തോടെ. ഇരിക്കും മോനെ, മോൻ വാ. ഇരിക്കാം. പക്ഷേ എവിടെ? അവളുടെ ഫ്രണ്ട്സിനെയൊക്കെ കല്യാണം വിളിക്കാൻ പോയിരിക്കുക. മോൻ വരൂന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ മോളെ വിടത്തില്ലായിരുന്നു. ഞാനിപ്പോൾ തന്നെ വിളിക്കാം. അയ്യോ വേണ്ട വേണ്ട വേണ്ട, ഇനിയിപ്പോൾ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിട്ട് വരട്ടെ. പിന്നെ ആരെയൊക്കെ കല്യാണം വിളിച്ചാലും അവരെയൊക്കെ കല്യാണത്തിന് സംഘടിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം എനിക്കിപ്പോൾ ഉണ്ട്. നിഷയുടെ അച്ഛൻ ചോദിക്കുകയാണ്, അതെന്താ മോനെ അങ്ങനെ പറഞ്ഞത്? അത് പിന്നെ എൻ്റെ അങ്കിള് മരിച്ചുപോയി. അയ്യോ, സ്വന്തം അമ്മാവനാണോ? അമ്മയ്ക്ക് ഒരേ ഒരു ആങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. എവിടെ മൂത്തതാ? കുറേ നാളായിട്ട് അസുഖമായിട്ട് കിടക്കുകയായിരുന്നു. ഇന്ന് പോകും നാളെ പോകും എന്ന് പറഞ്ഞ് ഡോക്ടർമാർ പോലും കൈയൊഴിഞ്ഞതാ. ഞാൻ അമേരിക്കയിലൊക്കെ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് നടത്തി. അപ്പോൾ ഒരുമാതിരി കുറച്ച് ശരിയായി വന്നതായിരുന്നു. ഇപ്പം പിന്നെ ബോംബെയിലായിരുന്നു മോൾക്കും മരുമോനും ഒപ്പം. അവിടെ ഹോസ്പിറ്റലിൽ വെച്ച് ആളങ്ങ് പോയി. സ്വന്തം അമ്മാവനാവുമ്പോൾ പോകണ്ടേ മോനെ? മോനിക്ക് പോയിക്കൂടായിരുന്നോ? അതെ പോകണം. പക്ഷേ ഞാനൊരു ജോത്സ്യനെ കണ്ടപ്പോൾ നമ്മൾ കുറിപ്പിച്ച മുഹൂർത്തത്തിൽ തന്നെ എൻ്റെ വിവാഹം നടന്നില്ലെങ്കിൽ പിന്നെ 2 വർഷം കഴിഞ്ഞേ നടക്കുമെന്നാണ് പറഞ്ഞത്. അയ്യോ, ഇനിയിപ്പം എന്തു ചെയ്യും മോനെ? എൻ്റെ അമ്മയുടെ സഹോദരനായിട്ടല്ല, എൻ്റെ അച്ഛനായിട്ടായിരുന്നു ഞാൻ മാമനെ കണ്ടിരുന്നത്. സ്വന്തം മോനേക്കാളും എന്നെ ഇഷ്ടമായിരുന്നു. പിന്നെ അസുഖം വന്ന് ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ പോലും ചിലപ്പോൾ മാമൻ മരിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതെ, അത് വേറൊന്നും കൊണ്ടല്ല, അതുപോലെ വേദന സഹിക്കുന്നത് കണ്ടിട്ടാ മരിച്ചത് നന്നായി എന്നേ ഞാൻ പറയൂ. ഞാൻ മാത്രമല്ല, മാമൻ്റെ അച്ഛനും മോളും ഒക്കെ അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് എനിക്കിപ്പോൾ സങ്കടമൊന്നുമില്ല. പിന്നെ ഇങ്ങനൊരു സാഹചര്യത്തിൽ ആളെ കൂട്ടി കല്യാണം നടത്തുന്നത് ശരിയല്ലല്ലോ. മോൻ്റെ അമ്മയുടെ സ്വന്തം ഏട്ടനല്ലേ. അപ്പോൾ പിന്നെ അച്ഛനും അമ്മക്കും വരാൻ പറ്റില്ലല്ലോ. പറ്റില്ല. അങ്ങനെയൊരവസ്ഥയിൽ ബന്ധുക്കളെ ആരെയും വിളിക്കാൻ പറ്റില്ല. ഞാൻ അച്ഛനും അമ്മയായിട്ട് ആലോചിച്ചപ്പോൾ അവർ ബന്ധക്കാരോടൊന്നും പറയില്ലെന്നാണ് പറഞ്ഞത്. കല്യാണം മാറ്റിവെച്ചു എന്ന് പറയാമെന്ന്. എന്ന് വെച്ചാൽ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ കല്യാണം നടക്കട്ടെ എന്നാണ് അവർ പറഞ്ഞത്. പ്രത്യേകിച്ച് അച്ഛൻ. അങ്ങനെയാണെങ്കിൽ ഇതൊരു ചെറിയ ചടങ്ങ് ആക്കുന്നതായിരിക്കും നല്ലത്. രജിസ്റ്റർ മാരേജ് ആയാലും കുഴപ്പമില്ല. അപ്പോഴാണ് നിഷയുടെ അച്ഛൻ പറയുന്നത്, അയ്യോ നമ്മൾ നാടടക്കം വിളിച്ചല്ലോ. അതെ, മൂത്ത ഒരുത്തി ഒളിച്ചോടിപ്പോയതുകൊണ്ട് എൻ്റെ മോളുടെ കല്യാണം വിപുലമായി നടത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നേ? എല്ലാവരെയും വിളിച്ച് കല്യാണമൊക്കെ നടത്തിയിട്ട് എൻ്റെ ബന്ധുക്കളാരെങ്കിലും അറിഞ്ഞാൽ മോശമാണ്. ഞാൻ ഇന്നത്തെ ഫ്ലൈറ്റിൽ പോയിട്ട് അവിടെ ചെന്ന് എന്തെങ്കിലും അത്യാവശ്യം പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാമെന്നാണ് വിചാരിച്ചത്. ഇതിനിടയ്ക്ക് നിഷയെ ഒരു രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി താലി കെട്ടിയാൽ കല്യാണം കഴിയുമല്ലോ. എന്നാലും മോക്കത് വലിയ വിഷമായിരിക്കും മോനെ. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ കല്യാണം അങ്ങ് മാറ്റി വെക്കാം. അത് കേട്ടപ്പോൾ അച്ഛനും അമ്മയും ഷോക്കടിച്ചതുപോലെയായി. അത് പിന്നെ ആ മുഹൂർത്തം തെറ്റിയാൽ പിന്നെ കല്യാണം 2 വർഷം കഴിഞ്ഞിട്ടേ നടത്തൂ എന്നാണ് ജോത്സ്യൻ പറഞ്ഞത്. പക്ഷേ അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. ഇനിയിപ്പോൾ മുഹൂർത്തം നോക്കാൻ നിൽക്കണ്ട.
നമുക്ക് അടുത്ത് വരുന്ന ഏതെങ്കിലും ഒരു ദിവസം വളരെ ആഘോഷത്തോടെ വിവാഹം നടത്താം. അത് വേണ്ട മോനെ, ഞങ്ങളുടെ ഒറ്റ മോളാ. അവളുടെ കല്യാണം നല്ല സമയത്ത് തന്നെ നടക്കണം. ഇത് രണ്ടും കൂടി പറഞ്ഞാൽ ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? മോളുടെ കല്യാണം നടക്കുന്നതല്ലേ വിലാസിനി നമുക്ക് പ്രധാനം. അതിനിപ്പോൾ ആളെ കൂട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. ആളെ കൂട്ടാത്തതിൻ്റെ പേരിൽ അമ്മ വിഷമിക്കണ്ട. കല്യാണമൊക്കെ കഴിഞ്ഞ് എൻ്റെ മാമൻ്റെ സഞ്ചയനവും കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു വലിയ റിസപ്ഷൻ തന്നെ നടത്താം. അതിനെല്ലാവരെയും വിളിച്ചു കൂട്ടാം. ആ, അത് കൊള്ളാം വിലാസിനി. എന്നാൽ ഇപ്പം തന്നെ ബന്ധുക്കളെയൊക്കെ വിളിച്ചു പറ വിവാഹം മാറ്റിവെച്ചെന്ന്. അവിടെ നമുക്ക് അത്യാവശ്യം ആൾക്കാരെ മാത്രം വിളിച്ചാൽ മതി. 4-5 പേര്, അതിനപ്പുറമൊന്നും വേണ്ട. ശരി മോനെ, നിഷ വരുമ്പോൾ ഞങ്ങളിത് പറയാം. മോക്കിത് വലിയ വിഷമായിരിക്കും. ഞാൻ നിഷയെ വിളിച്ചോളാം. എൻ്റെ സ്വന്തം അമ്മാവനാ മരിച്ചത്, അതുപോലും മാറ്റിവെച്ചിട്ടാണ് ഞാൻ കല്യാണത്തിന് താല്പര്യം കാണിക്കുന്നത്. അത് അച്ഛനും അമ്മയും മനസ്സിലാക്കണം. അവൻ കരഞ്ഞ് അഭിനയിക്കുകയാണ്. അത് കേട്ട് അച്ഛൻ പറയാണ്, ഞങ്ങൾക്കെല്ലാം മനസ്സിലായി മോനെ. ഞങ്ങളെ മോളെ അത്രയ്ക്ക് ഇഷ്ടമായത് കൊണ്ടല്ലേ ഇത്രയും റിസ്ക് എടുക്കുന്നത്. അതാണ് ശരി. അച്ഛനും അമ്മ വിളിച്ചപ്പോഴും ഞാൻ ഇതന്നെ പറഞ്ഞത്. ഒരുപാട് വിവാഹം ആലോചിച്ചതാ, ഒന്നും അങ്ങോട്ട് ഒത്തു വന്നില്ല. ഇതാണ് ജാതകവശാലും കുടുംബപരമായിട്ടും എല്ലാം കൊണ്ടും ഒന്നിക്കാൻ പോകുന്നത്. നല്ല പറ്റിയ ബന്ധം. പിന്നെ ഇതുപോലെ നല്ല നല്ല ചടങ്ങുകൾ നടക്കുമ്പോൾ ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അത് പിന്നെ കണ്ടില്ല എന്നടിക്കാം. അല്ലെങ്കിൽ തന്നെ കല്യാണത്തിനല്ലല്ലോ ആർഭാടം വേണ്ടത്, കല്യാണം കഴിഞ്ഞുള്ള ജീവിതത്തിലല്ലേ. അത് ശരിയമ്മ പറഞ്ഞത്. അതിനോട് ഞാൻ 100% യോജിക്കുന്നു. എന്നാൽ പിന്നെ മോളെ എനിക്ക് കൈപിടിച്ച് തന്നിട്ട് പോയിരുന്ന് കരയടാ പുല്ലേ, അവൻ മനസ്സിൽ ചിന്തിക്കുക. അപ്പം ശരി, എല്ലാം ഞാൻ പറഞ്ഞതുപോലെ. നിഷയെ ഞാൻ വിളിച്ചോളാം. മാമന് ഒരുപാട് അവശതയുണ്ടായിരുന്നെങ്കിലും മരിച്ചത് നന്നായി എന്ന് ഞാൻ പറഞ്ഞെങ്കിലും മനസ്സിന് ചെറിയൊരു ഭാരമുണ്ട്. സാരമില്ല, വിധി. വയസ്സ് 10-75 കഴിഞ്ഞായിരുന്നു എന്ന് കരുതി ഇന്നത്തെ കാലത്ത് അത് വലിയ പ്രായമല്ലല്ലോ. പോയി വിധി. ആകെ ഒരേ ഒരു അമ്മാവനായിരുന്നേ. പിന്നെ അവൻ തലയാട്ടി യാത്ര ചോദിച്ച് അവിടുന്ന് ഇറങ്ങി. അപ്പം നിഷയുടെ അമ്മ അച്ഛനടുത്ത് പറയാണ്, സ്വന്തം അമ്മാവൻ മരിച്ചിട്ട് പോലും എത്രമാത്രം ആത്മാർത്ഥതയുള്ളതുകൊണ്ടാണ് ആ കുട്ടി കല്യാണം നടത്താൻ തീരുമാനിച്ചത്. അതുകൊണ്ട് അവൻ പറഞ്ഞതുപോലെ ആളെ കൂട്ടാതെ നമുക്കിതങ്ങ് നടത്താം. പിന്നെ നേരെ മനു വരുന്നത് സരയുവിൻ്റെ വീട്ടിലേക്കാണ്. സരയുവിൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ തന്നെ അവളുടെ അച്ഛനുണ്ടായിരുന്നു, അയാൾ നോക്കുകയാണ്. പിന്നെ മനു പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തിട്ട് വിളിക്കുകയാണ്. അത് വിളിച്ചത് സരയുവിൻ്റെ അച്ഛനെയാണ്. അച്ഛൻ ഫോൺ എടുത്തപ്പോൾ മനുവിൻ്റെ നമ്പർ കണ്ട്. അപ്പോൾ ഓണാക്കിയപ്പോൾ പറയാണ്, ഹലോ, ഒന്ന് പുറത്തേക്ക് ഇറങ്ങ്, എനിക്കൊന്ന് കാണണം, ഒരു കാര്യം സംസാരിക്കാനാ. അപ്പോൾ സരയുവിൻ്റെ അച്ഛൻ പറയാണ്, നീ ഇങ്ങോട്ടേക്കല്ലേ വരുന്നത്, ഒന്ന് പുറത്തേക്ക് ഇറങ്ങടോ എന്ന് പറഞ്ഞ് അവൻ ഫോൺ എന്നിട്ട് അവൻ പറയാണ്, അതേ, നാളെ ഒരു ഫംഗ്ഷനുണ്ട്. നാളെ നിൻ്റെ കല്യാണമല്ലേ, അതാണ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. അവിടെ ആൾ കൂടാതിരിക്കാൻ ഞാൻ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ എൻ്റെ കൂടെ വരണം. ഞാനെന്തിനാ വരുന്നേ? നിങ്ങളെ ഒന്ന് പൂജ വയ്ക്കാൻ. എടോ, നിങ്ങളുടെ സുഹൃത്തല്ലേ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിൻ്റെ അച്ഛൻ. അങ്ങനെ സൗഹൃദം വെച്ച് നിങ്ങൾ വന്നതാ. അപ്പോഴാ നമ്മൾ തമ്മിൽ പരിചയമുണ്ടെന്ന് അവരറിയുന്നത്. അതായത് ബിസിനസ് സംബന്ധമായി നമ്മൾ തമ്മിൽ നല്ല സൗഹൃദത്തിലാണ്. അതുകൊണ്ട് അവിടെ ഒന്ന് എന്നെ നല്ലോണം പൊക്കി പറഞ്ഞേക്കണം. UK ഉൾപ്പെടെ എനിക്ക് പല രാജ്യങ്ങളിലും ബിസിനസ് ഉണ്ടെന്ന് കയറ്റി പറഞ്ഞോണം. എടാ, നീ നട്ടാക്കുരുക്കാത്ത ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിട്ടില്ലേ, നീ അതിൻ്റെ കൂടെ ഞാനും കൂടെ പറയണോ? കുരുക്കാത്ത കള്ളങ്ങളെ ഞാൻ മാത്രമല്ല നിങ്ങളും പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ ഭാര്യയോടും മകളോടുമൊക്കെ ഇതിവിടെ വിളമ്പണ്ടെങ്കിൽ നാളെ എനിക്കൊപ്പം വന്നിരിക്കണം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഞാനൊരു ക്ലാസ് തരാം. അതുപോലെ വേണം അവിടെ ബിഹേവ് ചെയ്യാൻ. വലിയൊരു ഓഡിറ്റോറിയത്തിൽ വെച്ച് വലിയൊരു ഫംഗ്ഷനായിട്ടാണല്ലോ അവർ നടത്താനിരിക്കുന്നത്. വലിയ ആളുകളൊന്നുമില്ല, അവളുടെ 4-5 ബന്ധുക്കൾ, എനിക്കൊപ്പം 2-3 പേര്. പിന്നെ ഞാനൊരു വാടക വീട് എടുത്തിട്ടുണ്ട്. അവിടെ 1-2 സ്ത്രീകളെയും സെറ്റ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ നന്നായിട്ട് അഭിനയിച്ചോളും. പിന്നെ നിങ്ങളും അഭിനയിക്കണം. ഞാൻ എന്തും പറഞ്ഞാൽ എവിടെ നിന്ന് വരേണ്ടത്? താനൊന്നും പറയണ്ട, ഞാൻ പറഞ്ഞോളാം. തലയ്ക്ക് വട്ടായിട്ട് നിങ്ങൾ വീട്ടിനകത്ത് കുത്തിയ ഇരിക്കായിരിക്കുമല്ലോ എന്നായിരിക്കുമല്ലോ എല്ലാവരും വിചാരിക്കുന്നത്. അതായത് നിങ്ങളുടെ മോളുടെയും ഭാര്യയുടെയും വിചാരം. അതുകൊണ്ട് നിങ്ങളെ ഒന്ന് പുറത്തിറക്കാൻ വേണ്ടി മരുമോൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. മരുമോൻ അമ്മായി അച്ഛന് ചെയ്തു തരുന്നൊരു ഉപകാരം, അത്രയേ ഉള്ളൂ. എടാ, ഇങ്ങനെ പോയാൽ എനിക്ക് വട്ടി പിടിക്കൂടാ. ഇങ്ങനെ പോയാൽ വട്ടി പിടിക്കില്ല, പക്ഷേ നമ്മൾ തമ്മിലുള്ള ഉടമ്പടി തെറ്റിയാൽ പിന്നെ നിങ്ങൾ ഭ്രാന്തെടുത്ത് നിലവിളിച്ച് ഓടേണ്ടി വരും.
പിന്നെ അദ്ദേഹം ചോദിക്കുകയാണ്, എന്തിനാടാ എന്നെ ഇങ്ങനെ കൊല്ലാതെ കൊല്ലുന്നത്? താര എന്ന സ്ത്രീ പലപ്പോഴും ഇവിടേക്ക് കയറി വരുന്നുണ്ട്. അവരാണ് എൻ്റെ വൈഫിൻ്റെ അമ്മ. സ്വന്തം അമ്മയ്ക്ക് മോളുടെ അടുത്ത് വരാനോ താനാണ് നിൻ്റെ അമ്മ എന്ന് പറയാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിലേക്കൊന്നും കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കരുത്. ഞാനൊരു DNA ടെസ്റ്റ് നടത്താൻ പറഞ്ഞാൽ സരയു അത് ചെയ്യും. ഇപ്പം തന്നെ നിങ്ങളെ കെട്ടിയോള് ഏതാണ്ടൊക്കെ അറിഞ്ഞ മട്ട. അതുകൊണ്ട് മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക്. ഞാനൊരു കാര്യം പറഞ്ഞാൽ അതുപോലെ സരയു ചെയ്യും. സ്വന്തം അമ്മയ്ക്ക് മോളുടെ അടുത്ത് വരാനോ ഞാനാണ് അമ്മയെന്ന് സ്ഥാപിക്കാനോ കഴിഞ്ഞിട്ടില്ല. അതിലേക്കൊന്നും കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കരുത്. ഇപ്പം തന്നെ നിങ്ങളെ കെട്ടിയോള് ഏതാണ്ടൊക്കെ അറിഞ്ഞ മട്ട. അതുകൊണ്ട് അതിലേക്കൊന്നും കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കരുത്. അതുകൊണ്ട് മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക്. ഞാൻ പറയുന്നത് കേട്ടുകൊണ്ട് എൻ്റെ അടിമയായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്നെ അടിക്കാൻ കൈപൊക്കരുത്. അങ്ങനെ മനു സരയുവിൻ്റെ അച്ഛനെ ഭീഷണിപ്പെടുത്തിയിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യിക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.